സാർ, പിന്നെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഭരണം, അല്പസമയം തരില്ലേ? ഞങ്ങൾ അതിന് തയ്യാറാണ് സാർ. ഞങ്ങൾ സമയം തരാൻ തയ്യാറായതുകൊണ്ടാണ് പല വിഷയമുണ്ടായിട്ടും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അത് അഭ്യർത്ഥിക്കേണ്ടത് ഞങ്ങളോടല്ല സാർ, മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ഹൈക്കമാൻഡിന്റെ തലപ്പത്തിരിക്കുന്നവരോട് ഉൾപ്പെടെയാണ് അദ്ദേഹം കുറച്ച് സമയം തരൂ എന്ന് അഭ്യർത്ഥിക്കേണ്ടിയിരുന്നത്. സാർ, ഇവിടെ അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും. നല്ല കാര്യം, തെറ്റുകൾ പൊതുവെ തിരുത്താൻ തയ്യാറാണ്. എന്നാൽ ഇപ്പോൾ ഒരു തെറ്റുകളുടെ ഘോഷയാത്രയല്ലേ സാർ ഈ 40 ദിവസം വന്നത്? ആദ്യം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരത്തിന് മുഴുവൻ ഈരടികളും പാടി. ഒന്നാമത്തെ തെറ്റ്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറായി BJPയുടെ നേതാവിനെ വെച്ച്. രണ്ടാമത്തെ തെറ്റ്, മഹാത്മാഗാന്ധി സിൻഡിക്കേറ്റിൽ BJP ഓഫീസിൽ നിന്നും എഴുതി കൊടുത്തവരുടെ പേര് ചാൻസലർ പറഞ്ഞതിന്റെ ഭാഗമായി തിരികെ കയറ്റി. മറ്റൊരു തെറ്റ് സാർ, ബഡ്ജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തെ കുറിച്ചെടുത്ത നിലപാട് മറ്റു വലിയൊരു തെറ്റ്. സാർ, PM ശ്രീ ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന മറ്റൊരു തെറ്റാണ് സാർ. ഇങ്ങനെയാണെങ്കിൽ ഒരു പുതിയ വകുപ്പ് ഈ കേരളത്തിൽ വേണ്ടി വരും സാർ. തെറ്റ് വകുപ്പ് എന്നൊരു വകുപ്പ് കേരളത്തിൽ അധികം വൈകാതെ കൊണ്ടുവരേണ്ടി വരും. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് തെറ്റ് വകുപ്പിന്റെ ഭാവിയിലെ മന്ത്രി സ്ഥാനം അങ്ങ് തന്നെ വഹിക്കണം എന്നുള്ളതാണ്. കാരണം സാർ, തെറ്റിനെ ശരിയാക്കാനുള്ള നല്ല നാവ് അദ്ദേഹത്തിനുണ്ട് സാർ. തെറ്റിനെ ശരിയാക്കാൻ അദ്ദേഹത്തിന് നല്ല നാവുണ്ട് സാർ. ഇവിടെ നമുക്കറിയാം, സ്വർണം കെട്ടവന്റെ വക്കീൽ ആരപ്പാ, ഇപ്പോ സ്പെഷ്യൽ പ്ലീഡർ ആണപ്പാ എന്ന് പറയാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടല്ലോ, ഞങ്ങൾക്ക് മടിയില്ല സാർ. സാർ, അദ്ദേഹം ഇവിടെ ഇന്ന് രാവിലെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പരാമർശം ഒരു മന്ത്രിയെ അപമാനിക്കലാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷ നേതാവ് നിലപാട് പറഞ്ഞു, അതവിടെ അവസാനിച്ചു. എന്നാൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഇരുന്നപ്പോൾ ഈ ട്രഷറി ബെഞ്ചിലിരുന്ന മന്ത്രിമാരെ പറ്റി എന്തൊക്കെ വാചകങ്ങളാണ് ഉപയോഗിച്ചത് ഞാൻ പറയേണ്ടതുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി തുടങ്ങി എല്ലാ മന്ത്രിമാരെയും അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോൾ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മുടെ രേഖയിലുമുണ്ട്. പുറത്തുനിന്നും പറഞ്ഞ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ തെറ്റിനെ ശരിയാക്കാനുള്ള നല്ല ധാരണയുള്ള വ്യക്തിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. സർ, ഒരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടാനായി ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നലെ സംസാരത്തിൽ എയിംസിനെ കുറിച്ച് പറഞ്ഞു. 4 സ്ഥലത്ത് എയിംസിൻ്റെ സാധ്യതകൾ പറഞ്ഞുകൊണ്ട് 4 സ്ഥലത്ത് പേര് നൽകിയിട്ടുണ്ട്. അത് എവിടെയും ആകാമെന്നുള്ള നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ LDF സർക്കാർ ഇതിനെക്കുറിച്ച് പഠിച്ച് എയിംസ് വേണ്ടത് കോഴിക്കോട് ജില്ലയിലാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചു സാർ. ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ കിനാലൂരിൽ എയിംസിന് വേണ്ടി സ്ഥലവും കണ്ടെത്തി സാർ. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. എവിടെയും ആകാം എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത് ശരിയാണോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറയേണ്ടതാണ്. ഇപ്പം ഇവിടെ പൊതുവെ അങ്ങ് പറഞ്ഞ സ്ഥലം ഉൾപ്പെടെയാണ് 4 സ്ഥലങ്ങൾ കേന്ദ്രത്തിന് അറിയിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞാണ് ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമായിട്ട് കേന്ദ്രം എടുത്തിട്ടുണ്ട്. അത് സ്ഥലം അനുയോജ്യമല്ലാണ്ടല്ല, ഇതിവിടെ തരാതിരിക്കാനുള്ള കാര്യം. അതുകൊണ്ടാണ് ഒരു സ്ഥലം മാത്രമല്ല ഒന്നിൽ കൂടുതലുണ്ട് എന്ന് സ്ഥലങ്ങൾ ഉൾപ്പെടെ ഏക്കർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സമിതി വരട്ടെ, പരിശോധിക്കട്ടെ. നമുക്ക് ഒറ്റ ലക്ഷ്യം എയിംസ് കൂടെ വേണം. അത് ഇൻക്ലൂഡിങ് കാലിക്കറ്റാണ് അയച്ചിട്ടുള്ളത്. സാർ, അപ്പോൾ കഴിഞ്ഞ തവണ ഇതൊക്കെ പഠനം നടത്തി കോഴിക്കോട് എയിംസ് വരണമെന്ന് LDF സർക്കാർ തീരുമാനിച്ചു. ആ തീരുമാനത്തോടൊപ്പം എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം ആരോഗ്യവകുപ്പ് മന്ത്രി നിലപാട് സ്വീകരിക്കുമെന്ന് കരുതുന്നു. കോഴിക്കോട്ടെ മുഴുവൻ MLA മാരും ഒപ്പിട്ടൊരു നിവേദനം കൊടുത്തു. മുഴുവൻ MLA മാരും എന്ന് പറഞ്ഞാൽ ഒരാളൊഴികെ ബാക്കിയെല്ലാം UDF MLA-മാരാണ്. അപ്പോൾ ആ നിലയിൽ ഈ കോഴിക്കോടാണ് ന്യായമായും വരേണ്ടത്. അത് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഗവൺമെന്റ് ഒരു തീരുമാനം കൈക്കൊണ്ടത്. ആ തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്ന് കരുതുന്നു. ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഏതെങ്കിലും മന്ത്രിക്കെതിരെ നടത്തുന്ന രീതി ഞങ്ങളുടെ രീതിയല്ല. ഇന്ന് അങ്ങനെ നടത്താനുള്ള ശ്രമം ഉണ്ടാക്കാനുള്ള ഭാഗം ചില ട്രഷറി ബെഞ്ചിലെ ചില അംഗങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. മന്ത്രിമാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതി ഞങ്ങൾക്കില്ല. എന്നാൽ രാഷ്ട്രീയമായി തെറ്റായ നിലപാടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു പുതിയ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് സമയം തരണമെന്നുള്ള നിങ്ങളുടെ അഭ്യർത്ഥന നടത്തേണ്ടത് ഞങ്ങളോടല്ല, നിങ്ങളുടെ ചില നേതാക്കന്മാരോടാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ ധനാഭ്യർത്ഥനയെ എതിർക്കുകയാണ് സർ.